എത്ര വില കൂടിയ വാഹനം നമ്മൾ മേടിച്ചാലും ഇരിക്കുന്ന സീറ്റ്സിൻ്റെ കംഫോർട്ട് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീറ്റിങ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്ന കംഫോർട്ട് ചിലപ്പോൾ ആ സീറ്റുകൾക്ക് തരാണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റിലുള്ള സീറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റയ്ക്ക് വേണ്ടിയുള്ള ഒരു സീറ്റിലേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സീറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് ഇന്നോവ ക്രിസ്റ്റയുടെ സീറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ തൈ സപ്പോർട്ട്സ് നമുക്ക് കുറവുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അതൊരു സ്റ്റാൻഡേർഡ് സീറ്റിംഗ് ആയിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു സീറ്റിൽ ചെയ്തിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി അതിൻ്റെ സ്കിൻ മാറ്റിയിട്ട് നമ്മളൊരു സീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. മോൾഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സീറ്റ്സാണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൈ സപ്പോർട്ട്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. വിങ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. രണ്ട് വശത്താണ് നമ്മൾ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന തരത്തിലേക്ക് നമ്മൾ സീറ്റ്സിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വളവുകളും തിരിവുകളൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് സീറ്റിനകത്ത് തന്നെ ഒതുങ്ങിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഈ രണ്ട് വശത്തും നമുക്ക് ബോൾസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതും നമ്മുടെ സീറ്റിൻ്റെ ഒരു കംഫോർട്ടിനെ മാക്സിമം കൂട്ടുന്നു എന്നുള്ളതാണ്. അപ്പം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീറ്റിംഗ് ആയിട്ട് വരുന്ന വാഹനങ്ങളുടെ സീറ്റിങ്ങിൻ്റെ ഒരു കംഫോർട്ട്നെസ്സിനെ നമുക്ക് ഏത് ലെവലിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് അഡീഷണലി കുറേ കാര്യങ്ങൾ കൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സീറ്റിൻ്റെ കംഫോർട്ട് കൂട്ടാനായിട്ട് ഇതുങ്ങളുടെ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഷീപ്പ് സ്കിൻ എന്നാണ് ഇതിന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ആട്ടും തോല് പോലെ ഇരിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. നമ്മൾ സീറ്റ്സിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒരു ഷീറ്റ് വിരിക്കുന്ന പോലെ നമുക്കിങ്ങനെ വിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സീറ്റ് വിരിച്ച് കഴിഞ്ഞാൽ ആ ഒരു സീറ്റിൻ്റെ ഒരു ലുക്ക് തന്നെ കംപ്ലീറ്റ് മാറി ഒരു റോയൽ ലുക്കിലേക്കൊക്കെ വരുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഇതിന് മുകളിൽ ഇരിക്കുവാണെങ്കിൽ തന്നെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീമിയം വാഹനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഓടിക്കുന്ന വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷീപ്പ് സ്കിന്നുകൾ വാഹനത്തിൻ്റെ ആഡഡ് ആയിട്ടുള്ളൊരു ബ്യൂട്ടി അതുപോലെ തന്നെ ഒരു കംഫോർട്ട് കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു നെക്ക് റെസ്റ്റ് ആണ്. നമ്മൾ ഈ ഒരു നെക്ക് റെസ്റ്റ് പലപ്പോഴും നമ്മൾ പല ക്വാളിറ്റിയിൽ നമ്മൾ കാണാറുണ്ട്. ഇത് മികച്ച ഒരു ക്വാളിറ്റിയുള്ള ഒരു നെക്ക് റെസ്റ്റ് ആണ്. നമ്മൾ ദൂര യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നെക്ക് റെസ്റ്റ് ഭയങ്കര അനിവാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ മടുത്തു പോകും. അപ്പം നമുക്ക് മടുക്കാതിരിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ഒരു അറേഞ്ച്മെൻറ്റ്സിലാണ് നമ്മൾ നെക്ക് റെസ്റ്റ് വെച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. സീറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്താൽ മാത്രമേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു നെക്ക് റെസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു. ഇത് കൂടാതെ നമുക്കൊരു പ്രൊഡക്റ്റും കൂടെ ഉണ്ട്. അതായത് ഒരു കോംബോ പ്രൊഡക്റ്റാണ്. നെക്കും അതുപോലെ തന്നെ ഹെഡും രണ്ടും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തില്ല, തലയും കൂടെ ഒരു സപ്പോർട്ട് കിട്ടത്തക്കുള്ള ഒരു കുഷനാണ്. വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒന്നുമില്ല, പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ നമുക്ക് ടാക്സ് ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത് നേരെ ഇങ്ങോട്ട് കയറ്റി വെച്ചാലും മതിയാവും. ഇരിക്കുന്ന സമയത്ത് കണ്ടോ, തലയ്ക്കും അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ നെക്കിനും കൂടെ ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കുഷനിങ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു കുഷൻ ടൈപ്പുള്ള ഒരു ബാക്ക് സപ്പോർട്ടാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചാരി വെച്ചാൽ മതി. വേറെ പ്രത്യേക ഫിറ്റിങ്സോ അഡ്ജസ്റ്റ്മെൻറ്റ്സോ ഒന്നുമില്ല. ജസ്റ്റ് അത് വെച്ചതിന് ശേഷം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അത്യാവശ്യം നെക്ക് റെസ്റ്റും ഹെഡ് റെസ്റ്റും അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റും വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കസ്റ്റമൈഡ് സീറ്റിനകത്ത്, ഈ വിങ്സും ബോൾസായിട്ടുള്ള സീറ്റിനകത്ത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടൊരു ഫീലിംഗ് ആണ്. നമുക്ക് എല്ലാ സീറ്റ്സിലും നമുക്കിത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രൊഡക്ട്സും നമ്മുടെ കാർ പാലസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ പുതിയൊരു വാഹനം എടുത്തിട്ട് വരുമ്പോഴോ അപ്പോൾ നിലവിലുള്ളൊരു വാഹനത്തിനകത്തോ സീറ്റ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കംഫർട്ട് ആഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാർ പാലസിൽ വന്ന് പ്രത്യേകമായിട്ട് ചോദിക്കുക. അപ്പോൾ ഇതിന് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ട്. ഇനി ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സീറ്റ് ഓർഗനൈസറാണ്. അപ്പോൾ നമ്മൾ കംഫർട്ട് ലെവലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി, അതേപോലെ തന്നെ നമുക്കിനിയിപ്പം സീറ്റ്സിൻ്റെ ബാക്കിലുള്ള സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ വാഹനങ്ങളിനകത്ത് മിക്കതിനകത്ത് ഫയൽ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. ആ സമയത്ത് കണ്ടോ, ഇവിടെയൊക്കെ കുറേ പോക്കറ്റുകൾ, നമുക്ക് ഈ ഒരു ഫയൽ ഓർഗനൈസർ വെച്ച് ഇവിടെ കുറേ പോക്കറ്റുകൾ നമുക്ക് കാണാം. കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ ഇടാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇതൊരു ടിഷ്യൂ ബോക്സ് ആണ്. ടിഷ്യൂ ബോക്സ് നമുക്ക് ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. നമുക്ക് 2 കപ്പ് എന്തെങ്കിലും നമുക്ക് ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശീതള പാനീയങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെക്കാനുള്ള കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അത് കൂടാതെ നമുക്കിവിടെ സിബുള്ള ഒരു പൗച്ചൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഫയൽസോ സാധനങ്ങളൊക്കെ വെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. അപ്പം ഇത് നമുക്ക് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഈ സീറ്റ്സിൻ്റെ ബാക്കിൽ ടക്ക് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സീറ്റ്സിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ കാർ പാലസിൽ അവൈലബിൾ ആണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ, കാരണം പലരും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു വയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്കത് വളരെ പ്രയോജനപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് വരിക, ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളെ ചോദിക്കുക, അതിൻ്റെ ഡെമോ എടുത്ത് നിങ്ങൾ കാണുക, നിങ്ങളുടെ വണ്ടിയിൽ പ്ലേസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ്.